السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ലോകത്തിൻ്റെ മുഴുവൻ നിയന്താവായ അള്ളാഹു നമ്മുടെ ഹൃദയത്തെ നന്മയിലേക്ക് ഏറെ അടുപ്പിക്കുമാറാവട്ടെ. തിന്മയിൽ നിന്നെല്ലാം അവൻ പിന്തിരിപ്പിക്കുകയും നന്മയുടെ ആളുകളിലേക്ക് നമ്മുടെ ഹൃദയത്തെ എത്തിപ്പിക്കുകയും അവരോട് പിന്തുടർന്ന് ജീവിച്ച് അവർ എത്തുന്ന സ്വർഗലോകത്തിലെത്താൻ നമുക്ക് തൗഫീക്ക് നൽകുകയും ചെയ്യട്ടെ. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും ഫിർഔനെയും അവന്റെ അനുചരന്മാരെയും സന്ദർശിച്ച അവരെ സമീപിച്ചുകൊണ്ട് ദഅവത്ത് നടത്തിയതാണ് പറഞ്ഞത്. അവൻ ചോദിച്ചു, നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ആരാകുന്നു എന്ന്. മൂസാ നബി അലൈഹി സ്വലാം പരിചയപ്പെടുത്തി, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ ആരോ അവനാകുന്നു. ഇത് പറഞ്ഞപ്പോൾ അവന് തോന്നിപ്പോയി ജനങ്ങൾ ഇവരുടെ ഈ വാദഗതിയിൽ ആകൃഷ്ടരാകുമെന്ന്. അന്നേരം ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇട്ട ഒരു ചെപ്പിടി വിദ്യയാണ്. എന്നാൽ മുൻഗാമികളുടെ ഒക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് ശ്രദ്ധ ഒന്ന് തിരിക്കുക എന്നതാണ് അതിനാൽ ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ മുൻഗാമികളായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഹൂദ് നബിയുടെയും ലൂത്ത് നബിയുടെയും സ്വാലിഹ് നബിയുടെയും അനുയായികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ബിംബത്തിന് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തവരായിരുന്നു. അവരുടെ ഒക്കെ അവസ്ഥ എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അതിലിട്ട് കെട്ടിച്ചിരിക്കാനാണ് ഉദ്ദേശിച്ചത്. ഉടനെ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അവരെ കുറിച്ചുള്ള അറിവ് അതൊക്കെ അള്ളാഹുവിൻ്റെ രേഖപ്പെട്ട കിതാബുകളിലുണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ റബ്ബ് അതൊന്നും മറക്കുകയോ അതിലൊന്നും പിഴക്കുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് നാം പറഞ്ഞു നിർത്തിയത്. അതിന്റെ ബാക്കിയിലേക്ക് നമുക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബില്ലാ യളില്ലു റബ്ബി വലാ യൻസാ അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദൻ വസലക ലക്കും ഫീഹാ സുബുലാ وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടിയാണ് ആദ്യത്തെ വരി. അവരെ കുറിച്ചുള്ള അറിവ് ഇൻദ റബ്ബി. ഖാല, മൂസാ നബി പറഞ്ഞു, ഇൽമുഹ, കഴിഞ്ഞ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് ഇൻദ റബ്ബി, എൻ്റെ റബ്ബിന്റെ അടുക്കലുണ്ട്. ഫീ കിതാബിൻ, അതെല്ലാം ലൗഹുൽ മഹ്ഫൂദ് എന്ന കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നതുമാകുന്നു. ലാ യളില്ലു റബ്ബി, എൻ്റെ റബ്ബ് പിഴക്കുകയില്ല. റബ്ബ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിലുള്ളതുപോലെ തന്നെ നടക്കും. വലാ യൻസ, അവന് ഒരിക്കലും തന്നെ മറവി ഉണ്ടാവുകയുമില്ല. അവരുടെ കാര്യത്തിലുള്ള തീരുമാനം അവിടെ നിൽക്കട്ടെ. അല്ലദീ, ആരാണ് എൻ്റെ റബ്ബെന്ന് അറിയാമോ? റബ്ബിനെ പറ്റി ഇനിയും പരിചയപ്പെടുത്തി തരാം. ജഅലലക്കും, നിങ്ങൾക്ക് അവൻ ആക്കിയിരിക്കുന്നു, അല്ലാഹ് ഭൂമി ലോകത്തെ മഹ്ദൻ, ഒരു വിരിപ്പ് പോലെ ആക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇരിക്കാനും കിടക്കാനും ഉറങ്ങാനും നടക്കാനും എല്ലാം പറ്റുന്ന രൂപത്തിൽ ഈ ഭൂമിയെ അല്ലാഹു തആല പാകപ്പെടുത്തിയിട്ടുണ്ട്. ഈ അനുഗ്രഹം ചെയ്തവൻ അത് അല്ലാഹു ആകുന്നു. പരിചയപ്പെടുത്തലാണ്. മാത്രമല്ല വസലകലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഫീഹ, ഭൂമി ലോകത്ത് സുബുലൻ, വഴികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശ സ്ഥലത്തേക്ക് പോകാൻ ഈ വഴികളും ആ വഴികളും, മലകളിൽ കാണുന്ന വഴികളും വെള്ളത്തിലൂടെയുള്ള വഴികളും ഇതൊക്കെ ഒരുക്കി തന്നവൻ പടച്ച തമ്പുരാനാകുന്നു. കഴിഞ്ഞിട്ടില്ല. അൻസല മിനസ്സമായി, ആകാശഭാഗത്തിൽ നിന്ന് അവൻ ഇറക്കി തന്നിരിക്കുന്നു. മാഅൻ, വെള്ളത്തെ ഇറക്കി തന്നു. എത്ര വലിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് വസിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭൂമിയെ പാകപ്പെടുത്തി. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അതിന് പറ്റുന്ന രൂപത്തിൽ ഭൂമിയിൽ വഴികൾ സൗകര്യപ്പെടുത്തി തന്നു. അത് ഓരോ കാലത്തും അതാത് കാലത്തിന് അനുസരിക്കുന്ന വഴികൾ അള്ളാഹു തയ്യാർ ചെയ്തു തന്നു. ഒരു കാലത്ത് കാട്ടിലൂടെ, മേട്ടിലൂടെ, മലകളിലൂടെയായിരുന്നുവെങ്കിൽ ഇന്ന് അന്തരീക്ഷത്തിലൂടെ, വായുവിലൂടെ എയർലൈനുകളാണ് ഉള്ളത്. വെള്ളത്തിലൂടെയുള്ള വഴികളും അള്ളാഹു തയ്യാർ ചെയ്തു തന്നു. വസലക്കലക്കും ഫീഹാ സുബുല, നിങ്ങൾക്ക്
ആ ഭൂമിയിൽ നാം വിവിധങ്ങളായ വഴികളെ സലക്ക എന്ന് പറഞ്ഞാൽ തഫ്സീർ സഹല, അള്ളാഹു എളുപ്പമാക്കി തന്നു. ഇതിന്റെ എല്ലാം പുറമെ അൻസല മിനസ്സമായി ആകാശഭാഗത്തിൽ നിന്ന് അവൻ വെള്ളത്തെ ഇറക്കി തന്നു. ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത് കടലിലെ നീരാവിയാണ് മഴയായി മാറുന്നത് എന്ന്. ഖുർആൻ അന്നും പറഞ്ഞത് മഴയുടെ ഉത്ഭവം അത് ആകാശത്തിൽ നിന്നാകുന്നു. അൻസല മിനസ്സായി മിന്ന് ഇബിത്തിദായിയായ മിന്നാണ്. മഴയുടെ ഉത്ഭവം ആകാശത്തിൽ നിന്നാകുന്നു. ആകാശത്തിൽ നിന്ന് അവൻ വെള്ളത്തെ ഇറക്കി തന്നു. ആ വെള്ളം ഉണ്ടായതുകൊണ്ട് ബിഹി, ആ വെള്ളം കാരണം കൊണ്ട് ഞാനാകുന്ന അള്ളാഹു പുറപ്പെടുവിച്ചു അസുവാജൻ വിവിധ ഇനങ്ങളെ മിൻ നബാത്തിൻ ശത്ത, അനവധി നിരവധി സസ്യലതാദികളിൽ നിന്ന്, ധാന്യങ്ങളിൽ നിന്ന് പല ഇനങ്ങളെയും അള്ളാഹു പുറപ്പെടുവിച്ചു തന്നു. ഈ ഇനങ്ങളിൽ നിങ്ങൾക്ക് കയ്പുള്ളതായ ധാന്യങ്ങളെ കാണാം, മധുരമുള്ളത് കാണാം, ചവർപ്പുള്ളത് കാണാം, പുളിയുള്ളത് കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള രുചികളിലൊക്കെ വിവിധങ്ങളായ പഴങ്ങളെ വിവിധങ്ങളായ വർണ്ണങ്ങളിൽ ഇതൊക്കെ പുറപ്പെടുവിച്ചത് ഈ ഒരൊറ്റ വെള്ളം കൊണ്ടാണെങ്കിൽ അള്ളാഹു എത്രമേൽ ശക്തിയുള്ളവനാകുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്രയോ കനപ്പെട്ടതാകുന്നു, ഇത് പറഞ്ഞു കൊടുത്തു. മാത്രവുമല്ല ഇതൊക്കെ തയ്യാറ് ചെയ്തിട്ട് ആകാശഭാഗത്തിൽ നിന്ന് മഴ ഇറക്കിയിട്ട് ഇവിടെ ധാന്യങ്ങളെ പുറപ്പെടുവിച്ച് അതൊക്കെ പാകപ്പെടുത്തിയിട്ട് അള്ളാഹു പറഞ്ഞു, കുലു നിങ്ങൾ ഭക്ഷിക്കൂ, വർഅവ് നിങ്ങൾ മേക്കുകയും ചെയ്യൂ, അൻആമക്കും നിങ്ങളുടെ മൃഗങ്ങളെ. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്കൊക്കെ ആവശ്യമായ തീറ്റ ഭക്ഷണങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾ ഭക്ഷിക്കൂ, അവകൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യൂ. ഇന്നഫി ദാലിക, ഈ വിവരിച്ച വിവരണത്തിലുണ്ട്, ആയാത്തിൻ ധാരാളം തെളിവുകളുണ്ട്, ഉലിന്നുഹ ബുദ്ധിയുടേവർക്ക്. ഫിർഔനോടും കൂട്ടരോടാ പറയുന്നത്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവെ ഇപ്പോൾ മനസ്സിലായിരിക്കും. ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിയുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്നർത്ഥം. ബുദ്ധിയുള്ളവർക്ക് ധാരാളം ധാരാളം തെളിവുകൾ ഇതിലുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. ആകാശ ലോകത്തെ മഴയെക്കുറിച്ച് പറഞ്ഞു. ആ മഴ നിർത്തിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ആ മഴ പെയ്തതിന്റെ അനന്തരഫലമായിട്ട് ഇവിടെ ചെടികളും വൃക്ഷങ്ങളും ഉണ്ടാകുന്നു, അതിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യർക്ക് ആയിരക്കണക്കിന് കോടാനുകോടി മനുഷ്യർക്ക്, ജീവികൾക്ക്, ജന്തുക്കൾക്കൊക്കെയുള്ള ഭക്ഷണങ്ങൾ അള്ളാഹു തയ്യാറ് ചെയ്യുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ നിഅമത്ത് അവൻ പിൻവലിച്ചാൽ, അത് നിർത്തിവെച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഭൂമി ലോകത്തെ വസിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന, നിന്നാൽ അതിൽ നിൽപ്പ് കിട്ടാതെ ആണ്ടിറങ്ങുന്ന രൂപത്തിലാക്കാനും അള്ളാഹുവിന് കഴിയുമല്ലോ. ഈ കാണപ്പെടുന്ന സമുദ്രങ്ങളൊക്കെ പടച്ചപ്പോൾ അതിലൊരു ചെറിയ കല്ല് വീണാൽ അതൊക്കെ താഴ്ന്ന അവസ്ഥയാണ്. ഇതേപോലെ ഭൂമിയെ ആക്കാൻ കഴിവുള്ളവനായ അള്ളാഹു അത് ചെയ്യാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ വിരിപ്പ് പോലെ സൗകര്യപ്പെടുത്തി തന്നെങ്കിൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ അവൻ ചെയ്യുന്നു. ഈ അള്ളാഹുവിനെയാണ് നിങ്ങൾ ചോദിക്കുന്നത്, ഈ അള്ളാഹുവിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നതെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് തെളിവുണ്ട്. അത് ബുദ്ധിയുണ്ടെങ്കിൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മറ്റൊരു കാര്യം പറയട്ടെ, മിൻഹ, ഈ മണ്ണിൽ നിന്നാണ് ഖലഖനാകും, നിങ്ങളെ നാം പടച്ചത്. നിങ്ങളുടെ ആദിമ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് ഈ മണ്ണിൽ നിന്നാകുന്നു. അപ്പൊ നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന് പറയാൻ പറ്റും. വഫീഹ, ഇതേ മണ്ണിലേക്ക് നുഈദുക്കും, നിങ്ങളെ നാം മടക്കുന്നു. നിങ്ങളൊക്കെ മരിച്ചാൽ ഇവിടെ മയ്യിത്ത് വറവ് ചെയ്യപ്പെടുന്നത് ഈ മണ്ണിലാകുന്നു. രാജാവ് മരിച്ചാലും, പ്രജ മരിച്ചാലും, ഉടമസ്ഥൻ മരിച്ചാലും, അടിമ മരിച്ചാലും, പണക്കാരൻ മരിച്ചാലും, പണിക്കാരൻ മരിച്ചാലും ഒക്കെ ഭൂമിയിലേക്കാണ് മടക്കപ്പെടുന്നത്. വമിൻഹ, ഇതേ മണ്ണിൽ നിന്ന് തന്നെ നുഖ്രിജുക്കും, നിങ്ങളെ നാം പുറപ്പെടുവിക്കും, താറത്തുൻ നുഖ്റ, മറ്റൊരു വട്ടം. മഹ്ശറ ലോകത്തേക്ക് നിങ്ങൾ ഹാജരാക്കപ്പെടുന്നത് ഈ മണ്ണിൽ നിന്നാകുന്നു. ഇതിൽ നിന്ന് ആദ്യത്തേത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ മണ്ണിൽ നിന്ന് പടച്ചു എന്നുള്ളത്. നിങ്ങളെ മണ്ണിൽ മറവ് ചെയ്യപ്പെടുന്നു എന്നതും നിങ്ങൾ നിഷേധിക്കുന്നില്ലല്ലോ. എന്നാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, വീണ്ടും നിങ്ങൾക്ക് ജീവൻ നൽകപ്പെടും എന്നതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒരിക്കലും അതിനെ നിഷേധിക്കില്ല.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. മാത്രമല്ല വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകസ്സബ വഅബാ. വലഖദ് അറൈന തീർച്ചയായും ഞാൻ കാണിച്ചു കൊടുത്തു ഹു ഫിർഔനിന് ആയാത്തിന നമ്മുടെ അത്ഭുതങ്ങളെ കാണിച്ചു കൊടുത്തു കുല്ലഹ ഒരുപാട് അത്ഭുതങ്ങളെ. രണ്ട് കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതകരമായ വടി, ആ വടി പാമ്പാകുന്ന രംഗം. മറ്റൊന്ന് തന്റെ വലത് കൈ ഇടത് കക്ഷത്തിലേക്ക് വെച്ചിട്ട് പുറത്തെടുത്താൽ അത് സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന അത്ഭുതകരമായ വെളിച്ചമായി മാറുന്ന ആ രംഗം. ഇതാണ് നേരത്തെ പറഞ്ഞത്. ഇതല്ലാത്ത ഒട്ടനവധി അത്ഭുതങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനൂടെ ഫിർഔനിന് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുല്ലഹ എല്ലാം കാണിച്ചു കൊടുത്തു. പക്ഷേ അള്ളാഹു ഇവരിൽ നിന്ന് ഈമാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഫകസ്സബ, അനന്തരം അവൻ കളവാക്കുകയാണ് ചെയ്തത്. അവൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഇത് സമ്മതിക്കാതെ അവൻ അതിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുകയാണ് ചെയ്തത്. ജനങ്ങൾ ഇതിലേക്ക് ഒഴുകുമെന്ന് അവനൊരു ഭയമുണ്ടായി. മൂസാ നബിയുടെ ഈ വാക്ചാതുര്യവും കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കഴിവും അതുപോലെ തന്നെ ഈ അത്ഭുതകരമായ സംഭവങ്ങളും കണ്ടപ്പോൾ ജനങ്ങളെ പിടിച്ചു കെട്ടാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ ഉന്നയിച്ച ചോദ്യമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى. قال ഫിർഔൻ ചോദിച്ചു. എന്താ ചോദ്യം? അജിഇതന, ഓ മൂസേ, നീ എന്റെ അടുക്കലേക്ക് വന്നതാണോ? ഞങ്ങളുടെ അടുക്കലേക്ക് നീ വന്നതാണോ? ലിതുഖ്രിജന, ഞങ്ങളെ നീ പുറപ്പെടുവിക്കാൻ വേണ്ടി, മിൻ അർദിന, ഞങ്ങളുടെ ഈജിപ്ത് ഭൂമിയിൽ നിന്ന്, മിസ്ർ ഭൂമിയിൽ നിന്ന്. ഇവിടെ ഭരിക്കുന്നവരും ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവരും ഞങ്ങളാണ്. അങ്ങനെയുള്ള ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഇവിടെ നീ കയറിയിരിക്കാം എന്ന് ഉദ്ദേശിച്ചു കൊണ്ട് വന്നതാണോ? അജീതന, നീ ഞങ്ങളെ സമീപിച്ചിരിക്കുകയാണോ? ലിതുഖ്രിജന, ഞങ്ങളെ നീ പുറപ്പെടുവിക്കാൻ വേണ്ടി, മിൻ അർദിന, ഞങ്ങളുടെ ഈ ഭൂമിയിൽ നിന്ന്, ബിസ്ഹരിക, നിന്റെ സിഹർ ഉപയോഗിച്ചുകൊണ്ട്. യാ മൂസ, ഓ മൂസേ, എങ്കിൽ അതൊരിക്കലും നടക്കില്ല. നിന്നെ ഞങ്ങൾ ഒരിക്കലും ഇരുത്തിയിട്ടേ അടങ്ങൂ. ഫലനഅതിയന്നക ബിസ്ഹരിൻ മിസ്ലി ഫജ്അൽ ബൈനനാ വബൈനക മൗഇദൻ ലാ നുഖ്ലിഫുഹു നഹ്നു വലാ അൻത മകാനൻ സുവാ. ഫലനഅതിയന്നക, തീർച്ചയായും നിനക്ക് ഞങ്ങൾ കൊണ്ടുവരാം. ജനങ്ങളിന്റെ കൂട്ടുപിടിച്ചിട്ട് അവൻ പറയാണ്, നിനക്കെതിരിൽ ഞങ്ങൾ കൊണ്ടുവരാം. ബിസ്ഹരിൻ മിസ്ലിഹി, നീ കൊണ്ടുവന്ന ഇതേ സിഹറിന്റെ തുല്യമായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരാം. നിന്നോട് ഏറ്റുമുട്ടാൻ, ഈ സിഹറിന്റെ കാര്യത്തിൽ നിന്നോട് ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറുണ്ട്. അതുകൊണ്ട് ഫജ്അൽ ബൈനനാ വബൈനക, ഞങ്ങളുടെയും നിന്റെയും ഇടക്ക് നീ നിശ്ചയിക്കുക മൗഇദൻ, ഒരു കൃത്യ ദിവസത്തെ, കൃത്യസമയത്തെ. ലാ നുഖ്ലിഫുഹു, ആ സമയത്തെ, ആ ദിവസത്തെ നാം ലംഘിക്കാൻ പാടില്ല. നഹ്നു, ഞങ്ങളും ലംഘിക്കരുത്. വല അന്ത, നീയും ലംഘിക്കരുത്. മക്കാനൻ സുവ, അതൊരു സമമായ സ്ഥലത്താവണം. നാടിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു മധ്യപ്രദേശിൽ, ഏകദേശം ഒരു നടുപ്രദേശത്തിലായിരിക്കണം അത് നടത്തേണ്ടത്. ഒരു വെല്ലുവിളി. നമുക്ക് ഈ അത്ഭുതങ്ങളുമായിട്ടൊന്ന് ഏറ്റുമുട്ടാം. ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ സംഘടിപ്പിക്കാം. നീ നിന്റെ കഴിവുകളുമായിട്ട് വരൂ. ആ വരുന്നത് എന്നെന്നും ഏത് സമയത്തെന്നും പറയണം. അത് ജനങ്ങൾക്കൊക്കെ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. ഇവൻ എന്തിനും തയ്യാറാണെന്ന് ആ ജനങ്ങൾക്കാണ് തോന്നിപ്പിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തി. അയാൾ വിചാരിച്ചത് മൂസാ നബി ഇതിന് തയ്യാറാകില്ല എന്നായിരുന്നു. കാരണം ഒരു സാഹിറല്ല, നിരവധി സാഹിറുകളെ മറുഭാഗത്ത് നിർത്തിയിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിന് ഈ മൂസാ നബി തയ്യാറാകില്ല എന്നായിരുന്നു അയാൾ വിചാരിച്ചത്. ഉടനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉത്തരം വന്നു. ഖാല മൗഇദുകും യൗമുസ്സീനതി വഅൻ യുഹ്ശറന്നാസു ളുഹാ. ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൗഇദുക്കും, നിങ്ങളോട് കരാർ ചെയ്യാനുള്ള കൃത്യ ദിവസം, കൃത്യ സമയം, യൗമുസ്സീനതി, നമ്മുടെ പെരുന്നാൾ ദിവസമാക്കാം. എല്ലാവരും അണിഞ്ഞൊരുങ്ങി സന്തോഷിക്കുന്ന ദിവസം തൊട്ടടുത്ത് വരുന്നുണ്ടല്ലോ, ആ ദിവസത്തിലാക്കാം നമ്മുടെ ഈ പരിപാടി. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. അന്ന് ഏതായിരുന്നാലും ആളുകളൊക്കെ ഒഴിവുള്ള ദിവസമാണ്. അന്ന് എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ദിവസമാണ്. അതുകൊണ്ട് അന്നേക്ക് വെക്കാം നമുക്ക് ഒരുമിച്ച് കൂടൽ.
വായ് യുഹ്ശറന്നാസു, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടത് ലുഹ, അത് ലുഹ സമയത്താണ്, ഉച്ചക്ക് മുമ്പായിട്ട്. ഒരു സന്തോഷകരമായ സമയമാണല്ലോ, വെയിലിങ്ങനെ ഉദിച്ചു വന്ന് നട്ടുച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു വിടർച്ചയുടെ സമയമാണ്. ആ ലുഹ സമയത്താക്കാം. അപ്പോൾ ദിവസവും സമയവും തീരുമാനമായി. എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന നല്ല സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ നടത്താം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വെല്ലുവിളി സ്വീകരിച്ചു. അങ്ങനെ അന്നത്തെ സദസ്സ് പിരിഞ്ഞു. എന്നിട്ടോ ഇതിനുള്ള ഒരുക്കം തുടങ്ങി. അതാണ് അങ്ങനെ ഫിർഔന് അവിടെ നിന്ന് പിരിഞ്ഞു. കൈദഹു, അവന്റെ കൗശലങ്ങളെയെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടി. സുമ്മാത്ത, എന്നിട്ട് അവൻ കൊണ്ടുവന്നു. മനസ്സിൽ പ്ലാൻ ചെയ്തു എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ ക്ഷണിക്കണമെന്ന്. അങ്ങനെ നാട്ടിലെ പ്രഗത്ഭരായ സാഹിറുകളെയെല്ലാം വരുത്തി അവരുടെ ജനറൽ ബോഡി വിളിച്ചു. എന്നിട്ട് ഇതാ നമുക്കൊരു വെല്ലുവിളി ഉയരുന്നുണ്ട്, നമുക്കതിനെ നേരിടണം, ഈ രാഷ്ട്രത്തെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആവശ്യം അവരെ അറിയിച്ചു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇതാ ആ ദിവസം എത്തിക്കഴിഞ്ഞു. ഇനി നടക്കാനുള്ളത് ഈ രണ്ട് ശക്തികൾക്കിടയിലുള്ള പോരാട്ടമാണ്. അന്നേരം قال لهم موسى ويلكم لا تفتروا على الله كذبا ويسحتكم بعذاب وقد خاب من افترى. قال لهم, ആ ഒരുമിച്ച് കൂടിയ സാഹിറുകളോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? വൈലക്കും, നിങ്ങൾക്ക് നാശമാകുന്നവർ. 72 ആളുകൾ ഉണ്ടായിരുന്നു. 72 ആളുകളാണ് ഈ 2 പേരോട് മത്സരിക്കാൻ വന്നിരിക്കുന്നത്, മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്നത്. ഓരോ ആളുകളുടെയും കയ്യിൽ ധാരാളം കയറുകളും വടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അഭ്യാസം കാണിക്കാൻ പോകുന്നത്. ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശമാകുന്നു. നിങ്ങളുടെ ഈ കളി തീക്കളിയാണ്. നിങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹക്കിനോടുള്ള ഏറ്റുമുട്ടാനാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. പറയാനുള്ള കാര്യം തലക്കൽ തന്നെ പറഞ്ഞു കൊടുത്തു. വൈലക്കും, വൈലക്കും തന്നെ നാശം എന്നർത്ഥം. അൽസമക്കുമുല്ലാഹുൽ വൈല എന്നാണ്. നാശം അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിക്കും കേട്ടോ, മനസ്സിലാക്കണം. ലാ തഫ്തറു അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ കളവ് കരുതിക്കൂട്ടി പറയരുത്. നിങ്ങളിപ്പോൾ ഏറ്റുമുട്ടുന്നത് ശിർക്കിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവോട് പങ്കുചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനോ അള്ളാഹുവോട് പങ്കു ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാനാണ് യഥാർത്ഥത്തിന്റെ വക്താവ്, നിങ്ങൾ അതിന്റെ എതിരാളികളാണ്, സൂക്ഷിച്ചു കൊള്ളണം. കാര്യം പറഞ്ഞു. അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ കളവുണ്ടാക്കരുത്. നിങ്ങളിപ്പോ ഏറ്റുമുട്ടിയിട്ട് അള്ളാഹുവിനോട് പങ്കു ചേർക്കാം എന്നാണല്ലോ സ്ഥാപിക്കുന്നത്. അത് ചെയ്യരുത്, അത് നാശമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫയുസ്ഹിതക്കും, അള്ളാഹു നിങ്ങളെ നശിപ്പിക്കും. ബി അദാബിൻ, കഠോരമായ അദാബ് കൊണ്ട്. യുസ്ഹിത എന്ന് പറഞ്ഞാൽ യുഹ്ലിക്കും എന്നർത്ഥം. അള്ളാഹു നിങ്ങളെ നശിപ്പിക്കും അവന്റെ അദാബ് ഇറക്കിയിട്ട്. നോക്കൂ, ലോക ചരിത്രത്തിലേക്ക്, കഴിഞ്ഞ കാലത്തേക്ക് നോക്കൂ. ഖദ് ഖാബ മനിഫ്തറ, കളവ് നിർമ്മിച്ചുണ്ടായ ആൾക്കാർക്കൊക്കെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ലോക ചരിത്രം പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. നൂഹ് നബിയുടെയും ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും ഖൗമുകളൊക്കെ നശിച്ചത് കളവ് പറഞ്ഞിട്ടാണ്, അള്ളാഹുവിനെതിരിൽ നുണ പറഞ്ഞപ്പോഴാണ്, നുണയുടെ ആൾക്കാരായപ്പോഴാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് മൂസാ നബി നേരത്തെ തന്നെ അവരോട് പറഞ്ഞു. അന്നേരം അവരിങ്ങനെ രഹസ്യമായിട്ട് ഒരു ചർച്ച ചെയ്തു. നാം എന്ത് വേണം? നാം നമ്മുടെ ഭരണാധികാരിയുടെ ആവശ്യപ്രകാരം അയാൾ നമ്മോട് സഹായം തേടിയ നേരമല്ലേ, നാം അയാളെ സഹായിക്കേണ്ട നേരമല്ലേ. നമുക്ക് ഏറ്റുമുട്ടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഏറ്റുമുട്ടണോ വേണ്ടയോ എന്നൊരു തർക്കം. ചിലർ പറഞ്ഞു, നമുക്ക് ഇതുമായിട്ട് ഏറ്റുമുട്ടുന്ന നഷ്ടമാണ്, അതുകൊണ്ട് അത് വേണ്ട. അവരിൽ തന്നെ ചിലർ, അല്ല ഏതാണെങ്കിലും നാം വന്നല്ലോ, നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് പിന്മാറാം. മറ്റൊരു കൂട്ടർ, ചിലർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏറ്റുമുട്ടിയിട്ട് അയാളാണ് വിജയിക്കുന്നതെങ്കിൽ നാം പറയുന്നത് അസത്യവും അയാൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ നമുക്ക് അതിലേക്ക് മാറാം. ചിലർ പറഞ്ഞു, അങ്ങനെ വന്നാലും നമുക്ക് മാറാൻ പാടില്ല. ഇങ്ങനെ അവര് തമ്മിൽ തന്നെ പലജാതി തർക്കങ്ങൾ. തീരെ തന്നെ ഏറ്റുമുട്ടണ്ട എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ അവര് ഏകോപനത്തിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അവസാനം അവര് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. അതാണ്
ഫതനാസഉ അംറഹും ബൈനഹും വഅസറുൻ നജ്വാ. ഫതനാസഉ അവർ തർക്കിച്ചു, അംറഹും അവരുടെ കാര്യത്തിൽ, ബൈനഹും അവർക്കിടയിൽ ഒരു തർക്കം നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച നടന്നു. വഅസറു അവർ രഹസ്യമാക്കിയ നജ്വ, രഹസ്യ കാര്യത്തെ അവർ രഹസ്യമാക്കി തന്നെ വെച്ചു. അത് മറ്റാരും അറിഞ്ഞില്ല, സദസ്സൊന്നും അറിഞ്ഞില്ല അവർക്കിടയിലുള്ള ഈ ആഭ്യന്തര പ്രശ്നം. അങ്ങനെ അവസാനം അവർ ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى. قالوا അവർ പറഞ്ഞു, ആര്? എതിരാളികളായ സാഹിറുകൾ പറഞ്ഞു. അവർ പരസ്പരം പറഞ്ഞു, അവർ അവരുടെ മനസ്സിൽ പറഞ്ഞു, ഇങ്ങനെ കണ്ടു. എന്താ പറഞ്ഞത്? ഇൻ ഹാദാനി, ഈ രണ്ടാളുകൾ, സാഹിറാനി, നല്ല മികച്ച സാഹിറുകൾ തന്നെയാകുന്നു, നല്ല പഠിച്ച സാഹിറുകളുമായിട്ടാണ് നാം ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്നത്. യുരീദാനി, അവർ ഇരുവരും ഉദ്ദേശിക്കുന്നു, യുഹരിജാക്കും, നിങ്ങളെ മുഴുവൻ പുറപ്പെടുവിക്കാൻ, മിൻ അർളിക്കും, നിങ്ങളുടെ ഈ ഈജിപ്ത് ഭൂമിയിൽ നിന്ന്, ബി സിഹരിഹിമ, അവർ രണ്ടുപേരുടെയും സിഹർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കാനും, വയദ്ഹബാബി ത്വരീഖത്തിക്കും, നിങ്ങളിൽ നിന്ന് മികച്ചവരെ അവർ കൊണ്ടുപോകാനും, അൽ മുസ്ല, ഏറ്റവും ഉന്നതരായിട്ട് നിൽക്കുന്ന, മുസ്ലിം എന്ന് പറഞ്ഞാൽ അഷ്റഫ് എന്നർത്ഥം. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ചവരെ തട്ടിയെടുക്കാനും ബാക്കിയുള്ളവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനുമാണ് ഈ മൂസയും ഹാറൂനുമാകുന്ന സാഹിറുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് അവർ അവരുടെ മനസ്സിലും അവർ തമ്മിലുള്ള രഹസ്യത്തിലും പറയുകയുണ്ടായി. فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى. فأجمعوا, അതുകൊണ്ട് നിങ്ങൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണം. ഫഅജ്മിഉ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടൂ. അവർ പറയാം, കൈതക്കും, നിങ്ങളുടെ എല്ലാ കഴിവിനെയും നിങ്ങളുടെ എല്ലാ കൗശലവും പുറത്തെടുക്കേണ്ട സമയമാണിത്. ഒന്നും ഒളിച്ചു വെക്കാതെ മുഴുവൻ നിങ്ങൾ പുറത്തെടുക്കൂ. സുമ്മത്തു, പിന്നെ നിങ്ങൾ ചെല്ലു, സ്വഫൻ, ഒറ്റ വരിയായിട്ട്. ഈ രണ്ട് ആളുകളോട് ഏറ്റുമുട്ടാൻ നിങ്ങൾ ശരിക്ക് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കഴിവും സംഭരിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് ഏറ്റുമുട്ടണം. അങ്ങനെ ഏറ്റുമുട്ടിയാൽ വഖദ് അഫ്ലഹ, തീർച്ച വിജയിച്ചത് തന്നെ, അൽ യൗമ, ഇന്നേ ദിവസത്തിൽ, മനിസ്തഅല, ആരാണോ ഇവിടെ മികച്ചത് അവർ വിജയിച്ചു. അവർ ലോക ചരിത്രത്തിൽ ഏറ്റവും വിജയികളായിട്ട് കണക്കാക്കപ്പെടും. ഒരു നാട് മുഴുവൻ നഷ്ടപ്പെടുന്ന സമയത്ത് അതിനെ മുഴുവൻ പിടിച്ചു നിർത്തിയത് ഇവരാണെന്ന് ലോകം ഇവിടെ ചരിത്രം എഴുതും, കഥയെഴുതും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവിധ കഴിവുകളും സംഭരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് സാഹിറുകളോട് നിങ്ങൾ ഏറ്റുമുട്ടണം. അതിൽ നിങ്ങൾ ഒരൊറ്റ മനസ്സോടുകൂടെ ഒരൊറ്റ വരിയായിട്ട് നീങ്ങണം. അവരങ്ങനെ തീരുമാനിക്കുകയും അവരങ്ങനെ പറയുകയും ചെയ്തു. അവസാനം പറഞ്ഞത്, ഇന്നത്തെ ദിവസത്തിൽ ആരാണോ വിജയിച്ചത് അവർ ഏറ്റവും മികച്ച വിജയികളായിരിക്കും. കാരണം ഈ രാഷ്ട്രത്തിനെ ഭരിക്കുന്ന രാജാവാണ് നമ്മെ വരുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ സഹായം തേടിയിരിക്കുന്നത്. അന്നേരം നാം അവരെ സഹായിച്ചാൽ, ആ സഹായത്തിൽ അദ്ദേഹത്തിന്റെ ശത്രുക്കളെ നാം പരാജയപ്പെടുത്തിയാൽ നമുക്കുണ്ടാകുന്ന വിജയം ചെറിയ വിജയമൊന്നുമല്ല. വഖദിഫ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, യാതൊരു സംശയവും ആ വിഷയത്തിലില്ല. ഖദ് എന്നുള്ള ഉപയോഗിക്കുന്നത് തീർച്ച എന്നുള്ള അർത്ഥത്തിനാണ്. അൽ യൗമ, ഇന്ന് വിജയിച്ചത് തന്നെ. മനിസ്തഅല, ആരാണോ ഇവിടെ കഴിവ് പ്രകടിപ്പിച്ചത്, ആരാണോ മികച്ചു നിന്നത്, അവർക്ക് ആണ് വിജയം. അതുകൊണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ വരിയായിക്കൊണ്ട് നമ്മുടെ എതിരാളികളിലേക്ക് നീങ്ങണം. എന്നിട്ട് അവരെ തോൽപ്പിക്കണം. നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണം. നമ്മുടെ നാടിന്റെ ഭരണാധികാരിയെ വിജയിപ്പിക്കുന്നതിൽ നമുക്ക് നല്ല പങ്കുവഹിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഏറ്റുമുട്ടുന്ന രംഗമാണ് ഇനി കാണുന്നത്. ഏറ്റുമുട്ടിയിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അർഹമുർ റഹീമായ അള്ളാഹു യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിന്തുടരാനും നിരർത്ഥകവാദത്തെ നിരർത്ഥകമെന്ന് മനസ്സിലാക്കിയതിനെ തള്ളിക്കളയാനും നമുക്ക് അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീന ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.